ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റ് ബർ. ഇന്ന് നമുക്ക് വളരെ ജ്യൂസി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് റവ ലഡു തയ്യാറാക്കിയാലോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു റവ ലഡു തയ്യാറാക്കാം. റവ വറുത്തോ അല്ലെങ്കിൽ പഞ്ചസാര ലൈനിയാക്കി ഒന്നും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി വേയിൽ നമുക്ക് ഈ ഒരു റവ ലഡു തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു റവ ലഡു നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വേഗം നമ്മുടെ ഈ ഒരു അടിപൊളി ജ്യൂസി റവ ലഡുവിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു റവ ലഡു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് ഒരു കപ്പ് നമ്മുടെ ഉപ്പുമാവ് റവയില്ലേ, സാധാരണ റവ നമ്മൾ ഉപ്പുമാവ് കേസരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു റവ എടുക്കുക. അത് തീരെ നൈസായിട്ടുള്ള റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കട്ടിയുള്ളത് ഇച്ചിരി വലിപ്പമുള്ള റവയാണെങ്കിൽ അതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അരക്കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പാലൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട പിടിച്ച് വരുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി നമുക്ക് ഒന്ന് യോജിപ്പിച്ച് വെക്കാം. യോജിപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 10 to 15 മിനിറ്റ് നമുക്ക് റെസ്റ്റിന് വെക്കാം കേട്ടോ. ഒരു 15 മിനിറ്റിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ നോക്കിക്കോളൂ, നമ്മുടെ റവ പാല് നന്നായിട്ടൊന്ന് വലിച്ച് നല്ല ടൈറ്റായിട്ടുള്ളൊരു ഡോ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്കിത് 2 പാർട്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് 2ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇനി ഓരോ ഉരുള നല്ല ബോൾ പോലെ ആക്കിയതിന് ശേഷം ഒരു പാൻ എടുക്കുക. പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചതിന് ശേഷം ഒരു ഡോ നമ്മൾ ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് കൈമേ വെച്ച് നന്നായിട്ട്, അതായത് ഇതുപോലെ കയ്യിൽ കൊണ്ട് അട പോലെ ഒന്ന് പരത്തി ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചപ്പാത്തി അല്ലെങ്കിൽ ഒരു അടയുടെ പരുവത്തിൽ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആയതിന് ശേഷം ഏകദേശം ഇതുപോലെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് മറിച്ചിടാം. പൊട്ടലൊക്കെ ഉണ്ട്, ഇതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലിൽ കൂടെ കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ. നെയ്യ് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ചും ഒരു 2-3 തവണ ഒന്ന് ഇത് ചുട്ടെടുക്കണേ. ഒന്ന് മറിച്ചിട്ട് ഇതിൻ്റെ മേലിൽ കൂടെയും കൂടെ ഒരു കുറച്ച് നെയ്യും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മറിച്ചിടാം കേട്ടോ. ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ആക്കി നന്നായിട്ടൊന്ന് അതായത് ചുട്ടെടുക്കണം കേട്ടോ. അതായത് ഇതുപോലെ ആയതിനു ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും കൂടെ ഒന്ന് പരത്തിയിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഇതും കൂടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ആ ഒരു സെയിം പാനിലോട്ട് 2 ടേബിൾ സ്പൂണ് ഞാൻ തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ചൂടുള്ള പാനിലോട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് ഒന്ന് അതിൻ്റെ വെള്ളമയെല്ലാം മാറുന്നിടം വരെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതാണല്ലോ എടുത്താൽ മതി. ഞാനിപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഫ്രഷ് ആയിട്ട് കോക്കനട്ട് ഇതുപോലെ ഒന്ന് ഡ്രൈ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. അതായത് നമ്മുടെ ഈ ഒരു അട പോലെ പരത്തിയതും അതും തേങ്ങയും നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഒരു പാൻ എടുക്കുക. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് നമുക്ക് നെയ്യ് ചേർക്കാം കേട്ടോ. 3 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഉരുകി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിലോട്ട് ഒരു കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് ബാദാം ഞാനിവിടെ ഞുറുക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി വരുന്നിടം വരെ നമുക്ക് റോസ്റ്റ് ചെയ്യാം. ബാദാമും കാഷ്യൂ നട്ട്സ് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് കിസ്മിസും കൂടെ നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് കിസ്മിസ് ആഡ് ചെയ്തിട്ടുള്ളൂ, കാരണം ഇവിടെ പിള്ളേർക്ക് അത്രയ്ക്ക് കിസ്മിസ് താല്പര്യമില്ല, അതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്തിട്ടു. ഈ വകയും കൂടെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചുട്ട് വെച്ചിരിക്കുന്ന അട പോലെ ആ റവ നമുക്ക് ചെറുതായിട്ടൊന്ന് പീസസ് ആക്കി നമ്മുടെ മിക്സി ജാറിലോട്ട് ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി നമുക്ക് മിക്സി ജാറിലോട്ട് എല്ലാം ഇതുപോലെ ആക്കിയെടുക്കാം. എല്ലാം ഞാൻ മിക്സി ജാറിലോട്ട് ആക്കിയിട്ടുണ്ട്. ലിഡിട്ട് ക്ലോസ് ചെയ്ത് നമുക്കൊന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. നോക്കിക്കോളൂ, ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ച് ഗ്രൈൻഡ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ നമുക്ക് നമ്മുടെ ഈ ഒരു റവ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ചുട്ട് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടെ ആഡ് ചെയ്യാം. ഇതിലോട്ട് 1 ടീസ്പൂണ് നമ്മുടെ ഏലക്കായ പൊടിച്ചതും കൂടെ ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് അതും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഈ വക ആഡ് ചെയ്ത് നന്നായിട്ട്
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മധുരം അധികം താല്പര്യമാണെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്തോളൂ. ഞാനിപ്പോൾ 1/2 കപ്പ് ആഡ് ചെയ്തുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് മുന്നേ വറുത്ത് വെച്ചിരിക്കുന്ന ആ നട്ട്സൊക്കെ, നെയ്യ് കൂട്ടിയുള്ള നട്ട്സും എല്ലാം നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ആഡ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, നല്ലൊരു സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു റവ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ബോളാക്കി എടുക്കാം, അതായത് ലഡു ആക്കി എടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ബോളാക്കിയതിന് ശേഷം എന്താ നോക്കിക്കോളൂ, നമ്മുടെ ലഡു ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നായിട്ട് അടുത്തതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് നമ്മുടെ പ്ലേറ്റിലോട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല അപ്പോൾ ജ്യൂസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ടൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണ് നമ്മൾ നെയ്യ് ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് ഉണ്ടാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മുടെ റവ ലഡു ഇവിടെ പെർഫെക്റ്റ്ലി റെഡി ആയിട്ടുണ്ട്. സർവിങ് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. വളരെ ജ്യൂസി ആയിട്ടുള്ള റവ ലഡു ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ ജ്യൂസി റവ ലഡു നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നാളെ നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.